ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പക്കയും കൊണ്ടാണേ. പപ്പായ, കർമൂസ്, കപ്പക്ക എന്നെല്ലാം പറയില്ലേ, അതാണേ. ഇത് നമുക്ക് കുറേ ഉള്ളപ്പോഴും ചെയ്യാം, അല്ല ഒന്ന് മാത്രം കൊണ്ടും ചെയ്യാം. അതിൻ്റെ തോലും ഉള്ളിലത്തെ എല്ലാം കളഞ്ഞിട്ട് നല്ല നീറ്റാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കട്ടിക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെനിക്ക് അപ്പുറത്തെ വീട്ടിലത്തെ കപ്പക്ക മരം മുറിച്ചപ്പം അവിടുന്ന് കുറേ കിട്ടീനി. അങ്ങനെയാണ് ഇത് ഇത്രയും ആയത്. അങ്ങനെ അതെല്ലാം കഴുകി വാരിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ഈ ഒരു കട്ടിക്ക നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം മുറിച്ച് കഴുകി വാരുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാറുണ്ട്. അടുപ്പത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. പച്ചവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇടുക. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു സ്പൂൺ പഞ്ചസാര ഇടുക. പിന്നെ കുറച്ച് വിനാഗിരി, അതും ഒരു സ്പൂൺ ഒഴിക്കുക. ഇതെല്ലാം ഇട്ടിട്ട് വെള്ളം നല്ലോണം ചടവോടെ തിളക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചത് നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. ഇനി കുറച്ച് കാന്താരി എടുക്കുക, എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. കാന്താരി ഒന്ന് ചതച്ചത് നമുക്ക് അതിലേക്ക് ഇടാം. ഇനി നമ്മൾ തിളപ്പിച്ചിട്ട് തണുത്ത ആ വെള്ളം അതിലേക്ക് ഒഴിക്കുക. നേരത്തെ തിളപ്പിച്ചിട്ട് ഓഫാക്കിയിട്ടുണ്ടായിട്ടേ, അത് നല്ലോണം തണുത്തിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുക. ഞാനെടുത്ത കാന്താരി എരിവ് കുറവായതുകൊണ്ട് ഞാൻ 2 പച്ചമുളകും കൂടി കീറി ഇടുന്നുണ്ടേ. പിന്നെ ഇതിൻ്റെ ഒരു മണവും കൂടി കിട്ടുമല്ലോ. ഒരു കഷ്ണം ഇഞ്ചി നേർങ്ങനെ അരിഞ്ഞിട്ടിടാം. ഇഞ്ചീൻ്റെ മണം വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി. അങ്ങനെ നമ്മളെ കപ്പക്ക ഉപ്പിലിട്ടത് റെഡിയായി. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നവർക്കെല്ലാം ഇടയ്ക്ക് വിശക്കുമ്പോൾ ഒന്ന് ഇതെടുത്ത് കഴിക്കാം. വെറുതെ എടുത്ത് കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. സൂപ്പറാണേ.